ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത ചിന്തിക്കുകയും ധ്യാനിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ മറിയം ദ കർത്താനദാസി എന്ന് പറഞ്ഞതുപോലെ ദൈവവചനത്തിന് വിധേയരാകുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിൽ നമ്മൾ തൻ്റെ ഉദരത്തെ അടക്കണം, ആഗ്രഹങ്ങളെ അടക്കണം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നമ്മുടെ മനസ്സ് ദുർബലമാവുകയും 3 കാര്യങ്ങളിലാണ് നമ്മുടെ മനസ്സ് ദുർബലമാകുക എന്ന് പറഞ്ഞത്. ഒന്ന്, സുഖലോലുപത, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാതെ കൂടുതൽ സുഖിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സുഖലോലുപത. മദ്യാസക്തി, മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ട്. മാധ്യമങ്ങളിലൂടെ നാം ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്നതാണല്ലോ. കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിത വ്യഗ്രത, മദ്യാസക്തി, സുഖലോലുപത. ജീവിതത്തിൻ്റെ ഒരു വ്യഗ്രതയുണ്ട്. മുന്നോട്ട് എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ ആയിത്തീരുവാൻ വേണ്ടി ഏത് രീതിയിലും പണം സമ്പാദിക്കണം, ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യ സമൂഹം. ധാർമ്മികതയില്ല, മൂല്യങ്ങളില്ല, സത്യസന്ധതയില്ല, നീതിബോധമില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ഗവൺമെൻറ്റിനെ കുറ്റം പറയും, ചിലർ മാതാപിതാക്കന്മാരെ കുറ്റം പറയും, ചിലർ ആ മക്കളെ തന്നെ കുറ്റം പറയും. കുട്ടികളുടെ ഉള്ളിൽ ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ പലർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. വേണ്ട വിധത്തിൽ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അരുതുകളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തിനാണ് അതിരുകളെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വല്ല പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ടാണ് പലരും വളഞ്ഞ വഴികൾ തേടിപ്പോവുക. ഈ പ്രതിസന്ധിയിൽ എന്നെ കാര്യം പിടിച്ചുയർത്തുവാൻ ഒരു കർത്താവുണ്ട് എന്ന ബോധ്യം ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. നീ പാപച്ചെറ്റിൽ വീണാൽ പോലും നിന്നെ അന്വേഷിക്കുന്ന, നിന്നെ തേടിയെത്തുന്ന, നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മളെ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും, ലോകത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ വേണ്ടി മറിയം മംഗളവാർത്ത സ്വീകരിച്ചത് നമ്മൾക്കറിയാം. മറിയത്തിലൂടെ ദൈവം തന്നെയായ ഈശോ ഭൂമിയിൽ ജാതനായി. അവനിലേക്ക് നമ്മുടെ ശ്രദ്ധ ഉയരട്ടെ, ഹൃദയം അവനോട് ചേർന്നിരിക്കട്ടെ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം പെട്ടെന്ന് ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. എന്നാൽ ഭൂമത്ത് വസിക്കുന്ന എല്ലാവരുടെ മേലും അത് നിപതിക്കും. പ്രലോഭനങ്ങൾ എപ്പോഴും മനുഷ്യ ജീവിതത്തിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് നിപതിക്കുവാൻ സെക്കൻഡ് സമയങ്ങൾ മതി. ഇവരിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടിയിട്ടാണ് ജാഗരൂകതയോടെ പ്രാർത്ഥിക്കുവാൻ ലൂക്കാസ് സുവിശേഷകൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾക്കും ശ്രദ്ധയുള്ളവരായിരിക്കാം. ജാഗരൂകതയോടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. ദൈവവചനങ്ങൾ സ്വീകരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ നോമ്പിൻ്റെ ഈ കാലയളവിൽ നമ്മൾക്ക് തിന്മയെ വർജിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള ശക്തി ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.